ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. +2 പരീക്ഷാഫലം വരുന്ന തീയതി, സമയം, ഫലം നോക്കേണ്ട രീതികൾ, സേ പരീക്ഷ, പുനർമൂല്യനിർണയം, കോളേജ് അഡ്മിഷൻ, സ്കോളർഷിപ്പുകൾ തുടങ്ങി +2 കഴിഞ്ഞു നിൽക്കുന്ന ഓരോ വിദ്യാർത്ഥിയും അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും വിശദമായി പങ്കുവയ്ക്കാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, ഈ മാസം അതായത് മെയ് 26-നാണ് കേരള ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്. ഇന്നത്തെ തീയതി മെയ് 15 ആയി കഴിഞ്ഞു. അതായത് ഇനി വെറും 11 ദിവസങ്ങൾ കൂടി മാത്രമേ ഫലമറിയാൻ ബാക്കിയുള്ളൂ. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക അറിയിപ്പ് പ്രകാരം 2026 മെയ് 26-ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പരീക്ഷാഫലം പ്രഖ്യാപിക്കും. ഹയർ സെക്കൻഡറി, HSC, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, VHSC ഫലങ്ങൾ ഒരേ സമയം തന്നെ ലഭ്യമാകും. പ്രഖ്യാപനം കഴിഞ്ഞ് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി നിങ്ങൾക്ക് ഫലം ഓൺലൈനായി പരിശോധിക്കാം. ഫലം പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് വിവരങ്ങൾ നൽകുന്ന രീതിയാണ്. വെബ്സൈറ്റിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറിനൊപ്പം ജനനത്തീയതി നൽകേണ്ടത് എന്ന ഫോർമാറ്റിലായിരിക്കും. ഉദാഹരണത്തിന്, നിങ്ങളുടെ ജനനത്തീയതി 2008 മെയ് മാസം 10-ാം തീയതിയാണെങ്കിൽ 2008 മെയ് 10 എന്ന് വേണം ടൈപ്പ് ചെയ്യാൻ. ഇതിനിടയിൽ സ്ലാഷുകൾ ഓഫ് പേ നൽകാൻ മറക്കരുത്. ചിലപ്പോൾ കലണ്ടർ ഓപ്ഷൻ വഴിയും തീയതി സെലക്ട് ചെയ്യാൻ സാധിക്കും. രജിസ്റ്റർ നമ്പർ നൽകുമ്പോൾ ഹാൾ ടിക്കറ്റിലുള്ളതുപോലെ ഒരക്കവും തെറ്റാതെ കൃത്യമായി നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫലം നോക്കാൻ kerala.results.neet.in-ലേക്കുള്ള ലിങ്ക്, prd.kerala.gov.in-ലേക്കുള്ള ലിങ്ക്, result.kerala.gov.in-ലേക്കുള്ള ലിങ്ക്, examresults.kerala.gov.in-ലേക്കുള്ള ലിങ്ക്, dhsekerala.gov.in-ലേക്കുള്ള ലിങ്ക്, results.kite.kerala.gov.in-ലേക്കുള്ള ലിങ്ക്, results.kite.kerala.gov.in-ലേക്കുള്ള ലിങ്ക് എന്നീ വെബ്സൈറ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. വെബ്സൈറ്റുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കൈറ്റ് പുറത്തിറക്കിയ സഫലം ആപ്പ് വഴിയോ IEXAMS കേരള ആപ്പ് വഴിയോ സ്മാർട്ട് ഫോണിലൂടെ വളരെ വേഗത്തിൽ റിസൾട്ട് അറിയാൻ സാധിക്കും. റിസൾട്ട് വന്നാലുടൻ മാർക്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് സൂക്ഷിക്കുന്നത് ഉപരിപഠനത്തിനായുള്ള അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ സഹായമാകും. പരീക്ഷാഫലം വരുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയം സൈറ്റിൽ കയറുന്നതിനാൽ വലിയ തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പരീക്ഷയിൽ ഏതെങ്കിലും വിഷയത്തിന് മാർക്ക് കുറഞ്ഞുപോയവർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ പരാജയപ്പെട്ടവർക്കോ വിഷമിക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല. ഇത്തരത്തിൽ മാർക്ക് കുറഞ്ഞവർക്കായി പരീക്ഷാഫലം വന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സേ പരീക്ഷ, SAE എക്സാം അഥവാ സേവ് എ ഇയർ പരീക്ഷയ്ക്കുള്ള അപേക്ഷകൾ സർക്കാർ ക്ഷണിക്കുന്നതാണ്. സേ പരീക്ഷ എഴുതുന്നതിനായി സാധാരണയായി ഒരു വിഷയത്തിന് 150 രൂപ എന്ന നിരക്കിലാണ് ഫീസ് ഈടാക്കുന്നത്. അതുപോലെ പുനർമൂല്യനിർണയത്തിന് റിവാലുവേഷൻ ഒരു വിഷയത്തിന് 500 രൂപയും സ്ക്രൂട്ടിനിക്ക് 100 രൂപയും ഉത്തരക്കടലാസിന്റെ ഫോട്ടോ കോപ്പിക്ക് 300 രൂപയുമാണ് ഏകദേശ ഫീസ് നിരക്ക്. നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ സ്കൂൾ വഴി ഇതിനുള്ള അപേക്ഷകൾ നൽകാൻ ശ്രദ്ധിക്കണം. +2 പഠനത്തിന് ശേഷം നിങ്ങളുടെ കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേവലം സുഹൃത്തുക്കൾ ചേരുന്നതുകൊണ്ടോ മറ്റൊരാൾ പറഞ്ഞതുകൊണ്ടോ മാത്രം ഒരു കോഴ്സ് തിരഞ്ഞെടുക്കരുത്. ഇന്നത്തെ കാലത്ത് സ്കിൽ അധിഷ്ഠിത കോഴ്സുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ്, സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ പുതിയ കാലഘട്ടത്തിലെ കോഴ്സുകൾ മുതൽ പരമ്പരാഗതമായ ഡിഗ്രി കോഴ്സുകൾ വരെ നിങ്ങളുടെ മുന്നിലുണ്ട്. ഓരോ കോഴ്സിനും ലഭിക്കാവുന്ന തൊഴിൽ സാധ്യതകളെക്കുറിച്ചും ആ മേഖലയിലെ വളർച്ചയെക്കുറിച്ചും കൃത്യമായ ഗവേഷണം നടത്തുക. വിവിധ യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന ഓപ്പൺ ഹൗസ് പ്രോഗ്രാമുകളിലും കരിയർ സെമിനാറുകളിലും പങ്കെടുക്കുന്നത് നിങ്ങളുടെ സംശയങ്ങൾ മാറ്റാൻ സഹായിക്കും. ഉപരിപഠനത്തിനായി തയ്യാറെടുക്കുമ്പോൾ അപേക്ഷാ ഫോമുകൾ പൂരിപ്പിക്കുന്നതു മുതൽ അലോട്ട്മെന്റ് പ്രക്രിയകൾ വരെ അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം മുൻഗണനാക്രമം ഓപ്ഷൻസ് നൽകുമ്പോഴാണ്. തനിക്ക് ലഭിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള കോളേജുകളും കോഴ്സുകളും ഒന്നാമതായി നൽകാൻ ശ്രദ്ധിക്കുക. വെറുതെ കിട്ടാൻ സാധ്യതയുള്ള കോളേജുകൾ മാത്രം ലിസ്റ്റിൽ ഉൾപ്പെടുത്തരുത്. സൈബർ കഫേകളെ മാത്രം ആശ്രയിക്കാതെ ഓരോ അപേക്ഷയും സമർപ്പിച്ച ശേഷം അതിന്റെ പ്രിന്റൌട്ട് എടുത്ത് വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. ഇമെയിൽ ഐഡിയും പാസ്വേഡും മറ്റൊരാൾക്കും ഷെയർ ചെയ്യാതിരിക്കാനും അവ കൃത്യമായി കുറിച്ചുവെക്കാനും ശ്രദ്ധിക്കുക. അഡ്മിഷൻ നടപടികൾക്ക് പുറമെ വിദ്യാർത്ഥികൾ ഡിജിറ്റൽ സംവിധാനങ്ങളെക്കുറിച്ചും ബോധവാന്മാരായിരിക്കണം. കേന്ദ്ര സർക്കാർ ഒരുക്കുന്ന APAR ID അഥവാ വൺ നേഷൻ വൺ സ്റ്റുഡന്റ് IDയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നിങ്ങളുടെ വിദ്യാഭ്യാസ രേഖകളെല്ലാം ഡിജിറ്റലായി ഒരിടത്ത് സൂക്ഷിക്കാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഡിജിലോക്കർ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്തു വെക്കുന്നത് +2 സർട്ടിഫിക്കറ്റുകൾ സുരക്ഷിതമായി സൂക്ഷിക്കാനും എവിടെയും എളുപ്പത്തിൽ ഹാജരാക്കാനും നിങ്ങളെ സഹായിക്കും. ശാരീരികമായ സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടാൽ പോലും ഇത്തരം ഡിജിറ്റൽ പകർപ്പുകൾക്ക് വലിയ നിയമസാധുതയുണ്ട്. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനം മുടങ്ങാതിരിക്കാൻ വിവിധ വിദ്യാഭ്യാസ വായ്പകളെക്കുറിച്ചും എഡ്യൂക്കേഷൻ ലോൺ ബാങ്ക് സഹായങ്ങളെക്കുറിച്ചും അന്വേഷിക്കാവുന്നതാണ്. വിദ്യാലക്ഷ്മി പോർട്ടൽ വഴി ഒരൊറ്റ അപേക്ഷയിലൂടെ വിവിധ ബാങ്കുകളിലെ ലോണുകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ലോൺ എടുക്കുമ്പോൾ പലിശ നിരക്കുകളും തിരിച്ചടവ് കാലാവധിയും കൃത്യമായി മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം. കൂടാതെ സർക്കാർ നൽകുന്ന വിവിധ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക സഹായങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിജ്ഞാപനങ്ങൾ ശ്രദ്ധിക്കുക.
അഡ്മിഷൻ സമയത്ത് ഹാജരാക്കാൻ ആവശ്യമായ രേഖകൾ ഇപ്പോൾ തന്നെ തയ്യാറാക്കി വെക്കുക. +2 മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി, 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, OTC, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് എന്നിവ നിർബന്ധമാണ്. കൂടാതെ സംവരണ ആനുകൂല്യം ആഗ്രഹിക്കുന്നവർ വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന ജാതി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ് എന്നിവ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. സ്പോർട്സ്, NCC ഓഫ് NCC, NSS ഓഫ് NSS തുടങ്ങിയവയിൽ പങ്കെടുത്തവർക്ക് ഗ്രേസ് മാർക്കിനും വെയിറ്റേജിനും അർഹതയുണ്ടായിരിക്കും. ഈ സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യാൻ മറക്കരുത്. ഇതുകൂടാതെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ മെച്ചപ്പെടുത്താൻ ഈ സമയം ഉപയോഗിക്കുക. ഡിഗ്രി പഠനകാലത്ത് ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യം വളർത്തിയെടുക്കുന്നത് ആഗോളതലത്തിലുള്ള തൊഴിൽ സാധ്യതകൾ തുറന്നുതരും. കമ്പ്യൂട്ടർ പരിജ്ഞാനം, ബേസിക്കായ കോഡിംഗ് അറിവ് എന്നിവ ഏത് സ്ട്രീമിൽ പഠിക്കുന്നവർക്കും ഇന്ന് അത്യാവശ്യമാണ്. ഒഴിവ് സമയങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നത് മറ്റുള്ളവരെക്കാൾ ഒരു പടി മുന്നിലെത്താൻ നിങ്ങളെ സഹായിക്കും. സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുവരെയുള്ള ഈ ഇടവേള ഇത്തരം ക്രിയേറ്റീവായ കാര്യങ്ങൾക്കായി മാറ്റിവെക്കാം. വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് ഈ +2 റിസൾട്ട് വളരെ നിർണായകമാണ്. പാസ്പോർട്ട് ഇല്ലാത്തവർ ഇപ്പോൾ തന്നെ അതിനായി അപേക്ഷിക്കുന്നത് നന്നായിരിക്കും. കൂടാതെ നിങ്ങളുടെ +2 മാർക്ക് ലിസ്റ്റുകളും T.C.യും അറ്റസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള നടപടികൾ റിസൾട്ട് വന്ന് സ്കൂളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന മുറയ്ക്ക് ചെയ്യേണ്ടതാണ്. വിദേശ സർവകലാശാലകളിൽ അഡ്മിഷൻ നടപടികൾ വേഗത്തിൽ നടക്കുന്നതിനാൽ ഒട്ടും സമയം കളയാതെ കാര്യങ്ങൾ നീക്കാൻ ശ്രദ്ധിക്കുക. പഠനത്തോടൊപ്പം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്കായി നിരവധി സ്കോളർഷിപ്പുകൾ ലഭ്യമാണ്. സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ്, CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ്, ജില്ല തിരിച്ചുള്ള മെറിറ്റ് സ്കോളർഷിപ്പുകൾ എന്നിവയെക്കുറിച്ച് അന്വേഷിക്കുക. റിസൾട്ട് വന്ന് ഏകജാലക അപേക്ഷകൾ നൽകുന്ന സമയത്ത് തന്നെ സ്കോളർഷിപ്പുകൾക്കും അപേക്ഷിക്കാൻ സാധിക്കും. അതിനാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങിവെക്കുന്നത് ഇത്തരം ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കും. ഫലം വന്നു കഴിഞ്ഞാൽ അടുത്ത പ്രധാന ഘട്ടം കോളേജ് അഡ്മിഷൻ നടപടികളാണ്. കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ ഡിഗ്രി പ്രവേശനം നടക്കുന്നത് ഏകജാലക സംവിധാനം, സിംഗിൾ വിൻഡോ അഡ്മിഷൻ വഴിയാണ്. ഇതിനായി ഓരോ യൂണിവേഴ്സിറ്റിയുടെയും വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷിക്കുമ്പോൾ 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും മാർക്കുകൾ, രജിസ്റ്റർ നമ്പർ, സ്കൂൾ കോഡ് എന്നിവ കൃത്യമായി നൽകണം. നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ചുള്ള കോഴ്സുകളും കോളേജുകളും മുൻഗണനാക്രമത്തിൽ നൽകാൻ ശ്രദ്ധിക്കുക. ആദ്യ അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ താൽപ്പര്യമുള്ളവർക്ക് ഫീസ് അടച്ച് അഡ്മിഷൻ സ്ഥിരപ്പെടുത്താം. കീം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ അവർ +2 മാർക്കുകൾ നിശ്ചിത സമയത്തിനുള്ളിൽ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ +2 മാർക്ക് കൂടി പരിഗണിക്കുകയുള്ളൂ. ഇത് കൃത്യസമയത്ത് ചെയ്തില്ലെങ്കിൽ എൻട്രൻസ് പരീക്ഷയിൽ എത്ര നല്ല മാർക്ക് വാങ്ങിയാലും റാങ്ക് ലിസ്റ്റിൽ പിന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ അപ്ലോഡിംഗ് തുടങ്ങുന്ന തീയതികൾ പത്രവാർത്തകളിലൂടെയും ഔദ്യോഗിക സൈറ്റുകളിലൂടെയും പ്രത്യേകം ശ്രദ്ധിക്കുക. മെഡിക്കൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർ നീറ്റ് പരീക്ഷയുടെ ഫലവും അതുമായി ബന്ധപ്പെട്ട അലോട്ട്മെന്റ് നടപടികളും നിരീക്ഷിക്കണം. നിങ്ങളുടെ അഭിരുചിക്കിണങ്ങുന്ന കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ കരിയർ ഗൈഡൻസ് വിദഗ്ധരുടെ സഹായം തേടുന്നത് നല്ലതാണ്. പലപ്പോഴും ട്രെൻഡ് നോക്കി കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് പിന്നീട് നിരാശയ്ക്ക് കാരണമാകാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കിഷ്ടമുള്ള മേഖല ഏതാണെന്ന് സ്വയം ചിന്തിക്കുക. സയൻസ് പഠിച്ചവർക്ക് കൊമേഴ്സിലേക്കോ ഹ്യൂമാനിറ്റീസിലേക്കോ മാറാനുള്ള സൗകര്യം കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളിലുമുണ്ട്. എന്നാൽ കൊമേഴ്സ് പഠിച്ചവർക്ക് സയൻസിലേക്ക് മാറാൻ സാധിക്കില്ല എന്ന കാര്യവും അറിഞ്ഞിരിക്കുക. ഇത്തരം സ്ട്രീം മാറ്റങ്ങൾ നിങ്ങളുടെ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്ന് ആലോചിച്ചു മാത്രം തീരുമാനമെടുക്കുക. കോളേജ് ജീവിതം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം റാഗിങ്ങിനെതിരെയുള്ള ബോധവൽക്കരണമാണ്. കേരളത്തിലെ ക്യാമ്പസുകൾ എല്ലാം തന്നെ റാഗിംഗ് വിരുദ്ധമാണ്. അഡ്മിഷൻ സമയത്ത് ഇതിനെതിരെയുള്ള സത്യവാങ്മൂലം നിങ്ങൾ നൽകേണ്ടി വരും. സമാധാനപരമായ അവകാശം നിങ്ങൾക്കുണ്ട്. പുതിയ സ്ഥലത്തേക്ക് പഠിക്കാൻ പോകുന്നവർ അവിടുത്തെ കാലാവസ്ഥയും ഭക്ഷണരീതികളും മനസ്സിലാക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ നിൽക്കുന്നവർ ഇത്തരം കാര്യങ്ങളിൽ മാനസികമായി തയ്യാറെടുക്കും. പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡിഗ്രി പ്രൈവറ്റായി പഠിക്കണോ അതോ റെഗുലറായി പഠിക്കണോ എന്നത്. റെഗുലറായി കോളേജിൽ പോയി പഠിക്കുന്നത് വിദ്യാർത്ഥികളുടെ സാമൂഹികമായ വളർച്ചയ്ക്കും അധ്യാപകരുടെ നേരിട്ടുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കാനും സഹായിക്കും. എന്നാൽ സാമ്പത്തികമായോ മറ്റു കാരണങ്ങളാലോ റെഗുലറായി പഠിക്കാൻ കഴിയാത്തവർക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പ്രൈവറ്റ് രജിസ്ട്രേഷൻ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താം. സർവകലാശാലകൾ നൽകുന്ന ബിരുദ സർട്ടിഫിക്കറ്റുകൾക്ക് ഒരേ മൂല്യം തന്നെയാണെങ്കിലും നേരിട്ടുള്ള പഠനം കൂടുതൽ അനുഭവങ്ങൾ നൽകും. ഇന്നത്തെ കാലത്ത് ആജീവനാന്ത പഠനം, ലൈഫ് ലോങ് ലേണിംഗ് വളരെ പ്രധാനമാണ്. ഡിഗ്രിക്ക് ശേഷവും നിങ്ങൾക്ക് ചെയ്യാവുന്ന PG കോഴ്സുകൾ, ഡോക്ടറേറ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ എന്നിവയെക്കുറിച്ച് ഇപ്പോൾ തന്നെ ഒരു ധാരണയുണ്ടാക്കുന്നത് ലക്ഷ്യബോധത്തോടെ പഠിക്കാൻ സഹായിക്കും. പല വിദേശ സർവകലാശാലകളും സൗജന്യ ഓൺലൈൻ കോഴ്സുകൾ MOOCs നൽകുന്നുണ്ട്. പഠനകാലത്ത് ഇത്തരം കോഴ്സുകൾ കൂടി പൂർത്തിയാക്കുന്നത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാൻ ഉപകരിക്കും. വിദ്യാർത്ഥികൾ സ്വയം ഇൻഷുറൻസ് പരിരക്ഷകളെക്കുറിച്ചും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പല കോളേജുകളും വിദ്യാർത്ഥികൾക്കായി ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതികൾ നടപ്പിലാക്കാറുണ്ട്.
ഇത് അപ്രതീക്ഷിതമായ അപകടങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ സാമ്പത്തികമായി വലിയൊരു ആശ്വാസമാകും. അഡ്മിഷൻ സമയത്ത് കോളേജ് ഓഫീസിൽ ഇത്തരം സൗകര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയുക. പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങളായ ആർട്സ്, സ്പോർട്സ്, ലിറ്റററി ക്ലബ്ബുകൾ എന്നിവയിൽ സജീവമാകാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ നേതൃപാടവം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ ഇത്തരം അധിക കഴിവുകൾക്ക് വലിയ മുൻഗണന ലഭിക്കാറുണ്ട്. കോളേജ് മാഗസിനുകളിൽ എഴുതുന്നതും ചർച്ചകളിൽ പങ്കെടുക്കുന്നതും നിങ്ങളുടെ ആത്മവിശ്വാസം വളർത്തും. നിങ്ങളുടെ ഡിജിറ്റൽ സാന്നിധ്യം, ഡിജിറ്റൽ പ്രസൻസ് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. ലിങ്ക്ഡിൻ പോലുള്ള പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമുകളിൽ അക്കൗണ്ട് തുടങ്ങുന്നത് നല്ലതാണ്. നിങ്ങളുടെ പഠന നേട്ടങ്ങളും പ്രോജക്റ്റുകളും അവിടെ പങ്കുവയ്ക്കുന്നത് ഭാവിയിൽ തൊഴിൽദാതാക്കളുടെ ശ്രദ്ധയിൽപ്പെടാൻ സഹായിക്കും. സോഷ്യൽ മീഡിയകൾ വിനോദത്തിന് പുറമെ അറിവ് സമ്പാദിക്കാനും നെറ്റ്വർക്കിങ്ങിനും ഉപയോഗിക്കുക. വിദ്യാർത്ഥികൾക്കായി സർക്കാർ ഒരുക്കുന്ന വിവിധ ഇൻക്യുബേഷൻ സെന്ററുകളെക്കുറിച്ചും സ്റ്റാർട്ടപ്പ് മിഷൻ ബോധവാന്മാരായിരിക്കുക. സ്വന്തമായി ആശയങ്ങളുള്ളവർക്ക് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ സർക്കാർ വലിയ പിന്തുണ നൽകുന്നുണ്ട്. കോളേജ് തലത്തിൽ തന്നെ ഇത്തരം സംരംഭങ്ങളിൽ പങ്കാളികളാകുന്നത് തൊഴിൽ തേടുന്നതിന് പകരം തൊഴിൽ നൽകുന്നവരാകാൻ നിങ്ങളെ സഹായിക്കും. സൈബർ സുരക്ഷയെക്കുറിച്ച് ഈ ഘട്ടത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്കോളർഷിപ്പ് ലഭിക്കാനോ അഡ്മിഷൻ ലഭിക്കാനോ എന്ന പേരിൽ വരുന്ന വ്യാജ സന്ദേശങ്ങളിലും ലിങ്കുകളിലും വീഴാതിരിക്കുക. ഔദ്യോഗിക വെബ്സൈറ്റുകൾ മാത്രം വിവരങ്ങൾക്കായി ഉപയോഗിക്കുക. പണമിടപാടുകൾ നടത്തുമ്പോൾ സുരക്ഷിതമായ നെറ്റ്വർക്കുകൾ മാത്രം ഉപയോഗിക്കുക. വിജയിച്ചവർക്ക് ആഹ്ലാദിക്കാനുള്ള സമയം പോലെ തന്നെ പ്രധാനമാണ് അർഹിച്ച വിജയം നേടാൻ കഴിയാത്തവർക്ക് ആത്മവിശ്വാസം നൽകുക എന്നത്. ഒരൊറ്റ പരീക്ഷാഫലം കൊണ്ടും ജീവിതം അവസാനിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. പരീക്ഷയിലൂടെ ആ വർഷം തന്നെ ഉപരിപഠനത്തിന് ചേരാൻ സാധിക്കുമെന്നതിനാൽ ഒരു വർഷം നഷ്ടപ്പെടുമെന്ന പേടി വേണ്ട. പരാജയങ്ങളെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി കണ്ട് കൂടുതൽ കരുത്തോടെ മുന്നേറാൻ തയ്യാറെടുക്കുക. രക്ഷിതാക്കളും ഈ സമയത്ത് കുട്ടികൾക്ക് മാനസികമായ പിന്തുണ നൽകാൻ ശ്രദ്ധിക്കണം. പരീക്ഷാഫലം കാത്തിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. മികച്ചൊരു ഭാവി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അവിടെ ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. +2 കഴിഞ്ഞ നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഈ ഇൻഫർമേഷൻ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക. ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.